പ്രധാനമായും 5 കാര്യങ്ങൾ കൊണ്ടാണ് ഒരാളുടെ നോമ്പ് മുറിയുന്നത്. ഈ 5 കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. 1 അൽ ജിമാഉ ഫിൽ ഫറജ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലാണ്. അതോടുകൂടെ ആ നോമ്പ് ഫസാദായി കഴിഞ്ഞു, അത് തകർന്നു കഴിഞ്ഞു. വഅലൈഹിൽ ഖദാ, അയാൾ ആ നോമ്പ് പിന്നീട് നോറ്റു വീട്ടണം. വൽ കഫാറത്തു, അതൊരു ലംഘനമായത് കൊണ്ട് തന്നെ അതിന് പ്രായശ്ചിത്തമായി കഫാറത്ത് നടത്തണം. കഫാറത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു അടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായി പിന്നീട് നോമ്പ് നോൽക്കണം. അതിന് സാധ്യമല്ലെങ്കിൽ 60 സാധുക്കൾക്ക് അയാൾ ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഇൻസാലുൽ മനി എന്ന് പറയും, നമ്മുടെ ശുക്ലസ്ഖലനം സംഭവിക്കലാണ്. സ്വാഭാവികമായ ഒരാളുടെ ഒരു വൈകാരിക ഭാഗമായിട്ടോ അല്ലെങ്കിൽ ടച്ച് ചെയ്തതിന്റെ ഭാഗമായിട്ടോ ആ നിലയ്ക്ക് എങ്ങനെയെങ്കിലും മനീയ് പുറപ്പെടുക, ശുക്ലസ്ഖലനം സംഭവിക്കുക എന്നത് അയാളുടെ നോമ്പ് ഫസാദാക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു നോമ്പുകാരൻ ഉറങ്ങി ഉറക്കത്തിനിടയിലെങ്ങാനും സ്വപ്നസ്ഖലനം പോലെ സംഭവിക്കുകയാണെങ്കിൽ അയാൾ അത് കഴുകി വൃത്തിയാക്കിയാൽ മതിയാകും, അയാളുടെ നോമ്പ് ഫസാദാകുന്ന കാര്യമല്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. 3 അൽ അക്ലു വശുർബ് മുതഅമ്മിദ, അറിഞ്ഞ് മനഃപൂർവ്വം ഒരാൾ വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, അത് പിന്നെ തർക്കിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യമാണ്. 4-മത്തേത് ഇഖ്റാജു ദമി ബിൽ ഹിജാമത്തി അബി തബർറുഇ, ഹിജാമ ചെയ്യുന്നതിന്റെ ഭാഗമായി രക്തമെടുത്താൽ, അല്ലെങ്കിൽ ഒരാൾക്ക് രക്തം ദാനം ചെയ്യേണ്ട ആവശ്യം വന്നാൽ അമിതമായ രൂപത്തിൽ രക്തം പുറത്തു വന്നാൽ അയാളുടെ നോമ്പ് ഫസാദാകുന്നതാണ്. അതിന്റെ വിശദീകരണത്തിൽ അമ്മൽ യസീറു ലിതഹ്ലീലിൻ, എന്നാൽ ഒരാൾക്കൊരു ചെറിയ അല്പം രക്തം എടുക്കണം, ഒരു ടെസ്റ്റ് ചെയ്യാൻ, അല്പം മാത്രമാണ്. ഔ മാ ഖറജ ബിഗൈരി ഇറാദത്തിൻ കജുർഹിൻ, അല്ലെങ്കിൽ ഒരാൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അയാളുടെ കയ്യോ കാലോ എവിടെയോ കൊണ്ട് മുറിവായി ലേശം രക്തം വന്നു. വറആഫിൻ ഫലാ യഫ്സുദു സൗം, അതൊന്നും അയാളുടെ നോമ്പിനെ ഫസാദാക്കൂല. അമിതമായ രൂപത്തിൽ രക്തം കൊടുക്കുക അല്ലെങ്കിൽ രക്തം പുറത്ത് എടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടെങ്കിലേ നോമ്പ് മുറിയുകയുള്ളൂ എന്നർത്ഥം. 5-മത്തേത് തഖയ്യുഉ, മനഃപൂർവ്വം ഛർദിക്കുക എന്നതാണ്. അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഉംദ, മനഃപൂർവ്വം ഛർദിക്കുക. ഇപ്പൊ നോമ്പുമായി ബന്ധപ്പെട്ട അസിഡിറ്റിയോ ഗ്യാസിന്റെ പ്രശ്നം വന്നു, ഒരാൾക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രാവിലെ ഒന്ന് ഛർദിച്ചു പോയി, എന്റെ നോമ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞ അയാൾ നോമ്പ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അറിയാതെ സംഭവിച്ച ഛർദികളാണെങ്കിൽ അയാളെ നോമ്പ് അതിനെ ഫസാദാക്കൂല. മനഃപൂർവ്വം ഛർദിച്ചു കളയേണ്ടി വന്നതാണെങ്കിൽ അത് അയാളുടെ നോമ്പ് ഫസാദാക്കും. ഈ 5 കാര്യങ്ങളല്ലാതെ നമ്മുടെ നാട്ടിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്വാസുകൾ പലതുമുണ്ട്. ഒരാളൊന്ന് കുളിച്ചാൽ, നോമ്പുകാരൻ കുളിക്കാൻ പാടില്ല, കുളിക്കുമ്പോൾ വെള്ളം ഇറങ്ങൂലേ, കുളിക്കുമ്പോൾ അങ്ങനെ പോകൂലേ, എങ്ങനെ പോകൂലേ, ചിലപ്പോൾ മുങ്ങി കുളിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷെ അതോടുകൂടി നോമ്പ് ഫസാദാകുമെന്ന് പറയുന്ന അവസ്ഥ. ഒന്ന് മണക്കാൻ പാടില്ല, നാവിൽ രുചി നോക്കാൻ പാടില്ല, രുചി നോക്കി തുപ്പിക്കളഞ്ഞൂടെ. അനുവദിക്കപ്പെട്ട അത്തർ പൂശാൻ പാടില്ല, രുചി നോക്കാൻ പാടില്ല, മണക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വലിയ ഭീതിപ്പെടുത്തുന്ന നോമ്പായി മാറുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിച്ചാൽ വളരെ ലളിതമാണ് എന്നർത്ഥം.